I would say it is far more complicated than a liver transplant or a kidney transplant or a heart transplant. Okay. കാരണം ഇതില് സോയുടെ കഴിഞ്ഞ 2 വീഡിയോയിലും ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി സ്റ്റെം സെൽ കളക്ഷനും സ്റ്റെം സെൽ കൊടുക്കുന്നതും റിലേറ്റീവ് സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ ഭയപ്പെടുന്നത്? ഡോക്ടർ സഭ വന്ന വളരെ റെലവൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനിൽ സ്റ്റെം സെൽ എടുക്കുന്നതും സ്റ്റെം സെൽ കൊടുക്കുന്നതും മാത്രമേ ഉള്ളൂ റിലേറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ. ബാക്കിയെല്ലാം വെരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇൻഫാക്ട് I would say it is far more complicated than a liver transplant or a kidney transplant or a heart transplant. Okay. കാരണം ഇതിൽ എക്സ്ട്രീം മെഡിക്കൽ കോമ്പിനേഷൻസ് വരാം. ഈ ട്രാൻസ്പ്ലാന്റ് സമയത്ത് നമുക്ക് കൊടുക്കുന്ന കീമോതെറാപ്പി അത് ചിലപ്പോൾ ഡോസ് വളരെ ഹൈ ആയിരിക്കും. അത് പേഷ്യന്റ് ടോളറേറ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ സ്റ്റെം സെൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇൻഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാവാം. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൗണ്ട്സ് എക്സ്ട്രീംലി ലോ ആവാം, പ്ലേറ്റ്ലെറ്റ്സ് എക്സ്ട്രീംലി ലോ ആവാം, WBC എക്സ്ട്രീംലി ലോ ആവും. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ വളരെ വീക്ക് ആവും. അപ്പോൾ നമുക്ക് സിവിയർ ആയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരാം, പല വൈറൽ ഇൻഫെക്ഷൻസും വരാം. ഈ കീമോ കൊടുക്കുന്നതിന്റെ ഒക്കെ കാരണവശാൽ ലിവറും കിഡ്നിയിലും ഒക്കെ ഡാമേജസ് വരാനുള്ള സാധ്യതയുള്ള ഒരു ചികിത്സയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയാൽ പലപ്പോഴും വൈറൽ ഇൻഫെക്ഷൻസ് വരാം, പലപ്പോഴും ഡോണറിന്റെ സെല്ല് ബോഡിനെതിരെ ഫൈറ്റ് ചെയ്യാം, GVHD എന്ന് പറയും. അപ്പോൾ ഇതല്ലാത്ത വേറെ പല കോംപ്ലിക്കേഷൻസും ഓരോ ട്രാൻസ്പ്ലാന്റിലും ഉണ്ടാവാം. അപ്പം ഇത് അങ്ങനെ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെന്റ് അല്ല. ഞാൻ നോക്കുമ്പോൾ നമ്മൾ ട്രെയിനിങ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ പേഷ്യന്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇവരെ എങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതിരിക്കും എന്നാണ് എന്റെ മനസ്സിലുണ്ട്. പക്ഷെ ചില രോഗികൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല, ട്രാൻസ്പ്ലാന്റ് മാത്രമേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ആ പേഷ്യന്റ് അതാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അപ്പം നമുക്കൊരു പേഷ്യന്റ് വന്നു വേർ ട്രാൻസ്പ്ലാന്റ് ഇസ് മച്ച് ബെറ്റർ ദാൻ നോ ട്രാൻസ്പ്ലാന്റ്, അവർക്ക് മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിൽ നമുക്ക് മാക്സിമം എഫേർട്ട് ഇട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നോക്കണം, അതിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ നമുക്ക് ശ്രമിക്കണം. ഓക്കെ. പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും ഔട്ട്കംസ് യൂഷ്വലി അലോജനിക് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ലുക്കീമിയസിലൊക്കെ യൂഷ്വലി 50 to 60% ആണ് യൂഷ്വലി. അത് കേസ് ടു കേസ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതോ ട്രാൻസ്പ്ലാന്റേഷനിൽ എടുക്കാനുള്ള സ്റ്റെംസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ എളുപ്പം. ബാക്കി എക്സ്ട്രീം മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാലും പല പേഷ്യൻസും വളരെ ഓക്കെ ആയിട്ട് നിൽക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അവർക്ക് നോർമൽ ലൈഫിലേക്ക് എത്തിയ പേഷ്യന്റ് കൊല്ലങ്ങളോളം സർവൈവ് ചെയ്ത് ഒരു കുഴപ്പമില്ലാതെ നോർമൽ ലൈഫ് ജീവിക്കുന്ന പേഷ്യൻസ് ഉണ്ട്. ചെറിയ കുട്ടികളുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ IIT പോയ കുട്ടികളുണ്ട്, ഡോക്ടേഴ്സ് ആയ കുട്ടികളുണ്ട്, വലിയ ആൾക്കാർ നോർമൽ ലൈഫിലേക്ക് ടോട്ടലി പോയ ആൾക്കാരുണ്ട്. പക്ഷെ ഇതെല്ലാവർക്കും സേഫ് അല്ല. അപ്പൊ അത് എല്ലാവരും അറിഞ്ഞിരിക്കുക.